ഹലോ സുഹൃത്തുക്കളെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ദിസ് ഈസ് ഇടുക്കിക്കാരൻ ബിജു എന്ന ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പോൾ ഇടുക്കിയിൽ നല്ല മഴ, അതായത് എന്നാ പറയുക, അങ്ങനെ കോരിച്ചൊരിയുന്ന മഴയെന്ന് പറയാൻ പറ്റുക, പക്ഷേ ഡ്രിസ്ലിങ് എന്നുവെച്ചാൽ ഈ ചാറ്റൽ മഴ. പക്ഷേ 2-3 ദിവസമായിട്ട് ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് പെയ്യുകയാണ്. അപ്പോൾ ഇന്ന് എനിവേ ഞാനും വൈഫും കൂടെ ഞങ്ങളും രണ്ടുപേരും കൂടെ ഒന്ന് പുറത്ത് ഒന്ന് പോകാമെന്ന് വെച്ചു. ഏകദേശം തോപ്രാംകുടിയിൽ നിന്ന് 12 കിലോമീറ്റർ ദൂരെയാണ്. അപ്പോൾ ഞാൻ അതിലെ ഇങ്ങനെ വഴിയോര കാഴ്ചകളും പിന്നെ പ്രകൃതിയുടെ ഭംഗികളും പിന്നെ അതുപോലെ തന്നെ ഈ മഴ ഇങ്ങനെ തുടങ്ങിയതുകൊണ്ട് ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളൊക്കെ എന്താ വാട്ടർഫാൾസൊക്കെ ഇങ്ങനെ പ്രത്യക്ഷപ്പെട്ട് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളെ കാണിക്കാം. പിന്നെ 2-3 ഷൂട്ടിംഗ് വിശേഷങ്ങൾ ഞാൻ കാണിക്കാം. അങ്ങനെ അതായത് ഇന്ന് ഞാൻ കാണിക്കുന്നത് തോപ്പിൽ ജോപ്പൻ എന്ന മമ്മൂട്ടിയുടെ പടമുണ്ടല്ലോ. അപ്പോൾ ആ പടത്തിൻ്റെ ചില സീനുകൾ ഷൂട്ട് ചെയ്ത പ്ലേസും പിന്നെ മഹേഷിൻ്റെ പ്രതികാരം എന്ന ഫഹദ് ഫാസിലിൻ്റെ പിക്ചർ ചില സീനുകളൊക്കെ ഷൂട്ട് ചെയ്ത സ്ഥലങ്ങളൊക്കെയാണ് ഞാൻ ഇന്ന് കവർ ചെയ്യുന്നത്. അപ്പോൾ അതോടൊപ്പം തന്നെ ഈ ഞാൻ പറഞ്ഞല്ലോ, അതായത് ശരിക്കും പ്രകൃതി സൗന്ദര്യം നല്ലപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഒരു അവസരം കൂടിയാണ് അതായത് ഈ സമയം. ഇങ്ങനെ കണ്ടിന്യൂസ് അതായത് ശരിക്കും പറഞ്ഞാൽ ഫുൾ റെയിനി സീസണ് മുമ്പായിട്ട് വരുവാണ്, ഏകദേശം മെയ് എൻഡോടെ അല്ലെങ്കിൽ ജൂൺ ഫസ്റ്റ് വീക്ക് സെക്കൻഡ് വീക്കൊക്കെ വരുവാണെങ്കിൽ കുഴപ്പമില്ല. ഇപ്പം പ്രകൃതിക്ഷോഭം അതുകൊണ്ട് കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ പല സ്ഥലങ്ങളിലും റെഡ് അലേർട്ടാണ്. അതൊക്കെ നോക്കി കണ്ടാക്കി നിങ്ങൾ വരാവുള്ളേ. പിന്നെ ഇവിടെ ഈ സ്ഥലങ്ങളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് താമസിക്കാനും റിസോർട്ടും കാര്യങ്ങളും ഒക്കെ ഉണ്ട്, അതുകൊണ്ട് നിങ്ങൾ പേടിക്കണ്ട. അപ്പോൾ അതാണ്. ഇനിയിപ്പം ഈ കയറ്റം നമ്മൾ കയറി ചെല്ലുന്നത് സ്ഥലമാണ് നമ്മൾ തോപ്പിൽ ജോപ്പൻ്റെ, അതായത് മമ്മൂട്ടി ഒരു സബ് ഇൻസ്പെക്ടറായിട്ടുള്ള ഒരു ഫൈറ്റ് സീൻ ഉണ്ടല്ലോ, അത് നമ്മൾ ഈട്ടിത്തോപ്പ് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് വെച്ചാണ് നടന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ സ്ഥലം കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. ഈ പടം കണ്ടവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് മനസ്സിലാവും. ജസ്റ്റ് വാച്ച് ആൻഡ് സീ. വലിയ ടൗണൊന്നുമില്ല കേട്ടോ, അപ്പം ചെറിയൊരു സ്ഥലം. ശരിക്കും ഈ വളവെങ്കൽ ഇത് കണ്ടോ, ഈ കാറ് കിടക്കുന്നത് ഈ സ്ഥലത്ത് വെച്ചാണ് ശരിക്കും ആ ഫൈറ്റ് സീൻ ഷൂട്ട് ചെയ്തത്. അതോടൊപ്പം തന്നെ അച്ഛൻ ഇവിടെ വന്ന് പോകുന്നതായിട്ട്, അതായത് സിനിമയിൽ അഭിനയിക്കുന്ന ഒരു പ്രീസ്റ്റായിട്ട് അഭിനയിക്കുന്നില്ലേ, ആ അച്ഛൻ ഇങ്ങനെ വന്ന് ഇതിൽ പോകുന്ന, അതായത് മമ്മൂട്ടി തിരക്കുന്നുണ്ട്. ആ സീനും ഇവിടെ വെച്ചാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ 2 ഷൂട്ടേ ഉള്ളൂ ഇവിടെ വെച്ച്. ഇനി അടുത്ത സ്ഥലം നമ്മൾ കാണിക്കുന്നത് തോപ്രാംകുടി ടൗണിൽ തന്നെ പഴയ യുവറാണി തിയേറ്റർ ഇപ്പോൾ ഇല്ല, അത് വിറ്റുപോയി. ഇപ്പോൾ അതങ്ങനെ തന്നെ റിട്ടേൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ ആ തിയേറ്ററിലാണ് മമ്മൂട്ടി വന്ന് ഒരു പടം കാണുന്നുണ്ടല്ലോ, ഒരു ഹിന്ദി മൂവി ഇതിനകത്തിരുന്ന് കാണുന്നതായിട്ട്. ഇതാണ് ഈ സ്ഥലം. ഇത് തോപ്രാംകുടി ടൗൺ താഴട്ടെ. ഇത് നമ്മൾ ഈട്ടിത്തോപ്പിൽ നിന്ന് നമ്മൾ ശരിക്കും ഇരട്ടിയാർ നോർത്തിലേക്ക് പോകുന്ന വഴി സൈഡിൽ തന്നെ ഉള്ള മെയിൻ റോഡിൽ നിന്ന് കാണാവുന്ന ഒരു വാട്ടർഫോളാണ്. ഇത് ഇച്ചിരൂടെ ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴത്തേനും നല്ല രീതിയിൽ നമുക്ക് നല്ല ഹെവി ഫ്ലോ ആയിരിക്കും ഇവിടെ. ഇതിപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. ഇതാണ് നമ്മൾ മഹേഷിൻ്റെ പ്രതികാരം എന്ന ഫഹദ് ഫാസിലിൻ്റെ പിക്ചർ, ചില ഡാൻസ് രംഗങ്ങൾ, പിന്നെ പുള്ളിയുടെ ഓർമ്മകളൊക്കെ, പിന്നെ ഒരു സ്റ്റണ്ട് സീന് ഒക്കെ നമ്മളിവിടെ വെച്ച് ഷൂട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ തന്നെയാണ് നമ്മൾ ക്ലൗഡി കോട്ട് എന്ന് പറഞ്ഞ ഒരു നല്ലൊരു സാമാന്യം തരക്കേടില്ലാത്ത ഒരു റിസോർട്ട് ഇവിടെയുണ്ട്. 1 അല്ല 2 റിസോർട്ടുണ്ട്. നിങ്ങൾക്കത് ക്ലൗഡി കോട്ട് എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഓൺലൈനിൽ സെർച്ച് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടും. അപ്പോൾ അങ്ങനെ തന്നെ നിങ്ങൾക്ക് ബുക്ക് ചെയ്തിട്ടൊക്കെ വരാനുള്ള സൗകര്യങ്ങളുണ്ട്.
ശരിക്കും പ്രകൃതിയുടെ സൗന്ദര്യം ആസ്വദിക്കണമെങ്കിലോ അല്ലെ ഇങ്ങനെയുള്ള കാഴ്ചകൾ കാണണമെങ്കിലോ ഇവിടെ നമ്മൾ ശരിക്കും ഇച്ചിരി നല്ല ഹൈറ്റിലാണ് ഈ സ്ഥലം. അപ്പോൾ അതുകൊണ്ട് നല്ല കാറ്റുണ്ട്, അടിപൊളി കാറ്റ്, പിന്നെ നല്ല തണുപ്പുമുണ്ട്. അപ്പം നമ്മളിങ്ങനെ മറ്റുള്ള അതായത് നമ്മളിങ്ങനെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് വന്നിരിക്കാനും അതിൽ നടക്കാനും ഒക്കെ ആയിട്ടുള്ള നല്ല അടിപൊളി സ്ഥലം കണ്ടോ. ഇതാണ് നേച്ചർ ബ്യൂട്ടി. ഇതൊക്കെ കാണാൻ നമുക്ക് തോന്നുന്നതെന്നറിയോ? യെസ്, ഡെഫിനറ്റ്ലി ഗോഡ് ഹാസ് ക്രിയേറ്റഡ് എ വണ്ടർഫുൾ വേൾഡ്. അങ്ങനെ തന്നെ നമുക്ക് പറയേണ്ടി അല്ലേ? അപ്പം എല്ലാവർക്കും ഇടുക്കിയുടെ കാഴ്ചകളിലേക്ക് സ്വാഗതം. ഈ സ്ഥലമൊക്കെ എന്ന് പറഞ്ഞാൽ തോപ്രാംകുടിയിൽ നിന്ന് 10 അല്ലെ 12 കിലോമീറ്റർ ദൂരം. അല്ല, ഈ സ്ഥലം, ഈ പർട്ടിക്കുലർ സ്ഥലം എന്ന് പറയുന്നത് 4-5 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ്. പിന്നെ ഞാൻ പറഞ്ഞ ഈട്ടിത്തോപ്പ് അത് 12 കിലോമീറ്റർ ദൂരം. അപ്പോൾ കട്ടപ്പനയിൽ നിന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരുവാണെങ്കിൽ ഏകദേശം 22 കിലോമീറ്റർ ദൂരം. അപ്പോൾ എല്ലാവർക്കും ഒരു ഗുഡ് ഡേ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നിങ്ങൾ യൂട്യൂബ് ചാനൽ കാണുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് അവർ വീഡിയോ.